ഹായ് ഹലോ വെൽക്കം ടു ബുക്ക് ലൈഫ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്പീഷീസ് ഇൻ ന്യൂസ് ആണ്. UPSC സിവിൽ സർവീസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്പീഷീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോന ആണ്. നമ്മുടെ ന്യൂസിൽ ഉണ്ടായിട്ടുള്ള ഫോണാസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ എലഫൻ്റ് ആണ്. നമുക്കറിയാം ഇന്ത്യൻ എലഫൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. UPSCയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഏരിയാസാണ് എലഫൻ്റ്, ടൈഗർ, അങ്ങനെയുള്ള കുറച്ച് സ്പീഷീസുകൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ എലഫൻ്റ്. കാരണം നമ്മൾ പ്രൊജക്റ്റ് എലഫൻ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഇന്ത്യൻ എലഫൻസിൻ്റെ കൺസർവേഷനുമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ 30ാമത്തെ ഇയറായിരുന്നു ഈ വർഷം. 30ാമത്തെ ഇയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാശിരംഗ നാഷണൽ പാർക്കിൽ വെച്ചിട്ട് ഒരു ഗജ ഉത്സവം നടത്തിയിരുന്നു. അതിനകത്ത് നമ്മുടെ പ്രസിഡൻറ്റ് ദ്രൗപദി മുർമു പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എലഫൻ്റ് ഇത് ഒരു ന്യൂസിൽ വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എലഫൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാർജസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് മാമലാണ് എലഫൻ്റ്. അതുപോലെ തന്നെ മെയിൽസിന് ടസ്ക് ഉണ്ട്, ഫീമെയിൽസിന് ടസ്ക് ഇല്ല. ടസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കൊമ്പ്, ആനക്കൊമ്പ്, എക്സ്റ്റെൻഡഡ് ടീത്തിനെയാണ് ടസ്ക് എന്ന് പറയുന്നത്. പിന്നെ ഇത് ലെഡ് ബൈ മാട്രിയാർക്കാണ് എലഫൻസ് എന്ന് പറയുന്നത്. ദെൻ മെയിൽ എലഫൻസ് മെയിൻലി ഐസൊലേഷൻ ഓർ സ്മോൾ ബാച്ചിലർ ഗ്രൂപ്പ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ ഒരു സിംഗിൾ കാൾഫ്, ഒരു കാൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനക്കുട്ടീനെ കാൾഫ് എന്നാണ് പറയുന്നത്. എല്ലാ 4 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിനിടയിൽ ഒരിക്കൽ ഈ പറയുന്ന ഫീമെയിൽസ് ഒരു കാൾഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 22 months ആണ്. ലാർജസ്റ്റ് ആണ്, മാമൽസിലെ ലാർജസ്റ്റ് ഗസ്റ്റേഷൻ പീരീഡ് ഉള്ളൊരു അനിമൽ കൂടിയാണ് എലഫൻ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് ആണ്. IUCN എൻഡേഞ്ചേർഡ് ആണ് ഇന്ത്യൻ എലഫൻസ് എന്ന് പറയുന്നത്. സയൻസിൻ്റെ അപ്പൻഡിക്സ് 1 ആണ്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 1 പ്രകാരം കൺസർവ് ചെയ്തിരിക്കുന്ന സ്പീഷീസാണ്. അതുപോലെ തന്നെ എലഫൻ്റ് എന്ന് പറയുന്നത് ഒരു കീസ്റ്റോൺ സ്പീഷീസാണ്. നമ്മുടെ സീഡ് ഡിസ്പേഴ്സൽ, അതുപോലെ തന്നെ ഓവർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു കീസ്റ്റോൺ സ്പീഷീസ് കൂടിയാണ് ഇന്ത്യൻ എലഫൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഇന്ത്യൻ എലഫൻ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒലിവ് റിഡ്ലി ടർട്ടൈൽസ്. ഒലിവ് റിഡ്ലി ടർട്ടൈൽസ് എന്ന് പറയുന്നത് കൂടുതൽ നമ്മുടെ ഒഡീഷ ബേ ഓഫ് ബംഗാൾ കോസ്റ്റിൽ കാണപ്പെടുന്ന ടർട്ടൈൽസ് ആണ് ഒലിവ് റിഡ്ലി. അത് നമ്മൾ കാണാറുണ്ട്. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ 6 മാസം കൂടുമ്പോഴും ഇതിൻ്റെ എഗ്സ് ലേ ചെയ്യാനായിട്ട് ഇത് കടപ്പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണിത് ഫേമസ് ആവുന്നത് തന്നെ. ഇത് IUCN വൾണറബിൾ ആണ് അപ്പൻഡിക്സ് 1 പ്രകാരവും അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 1 പ്രകാരവും നമ്മളിതിനെ കൺസർവ് ചെയ്യുന്നുണ്ട്. ഇത് ഫേമസ് ആവുന്നത് തന്നെ ഇതിൻ്റെ മാസ് നെസ്റ്റിംഗ് ഇവൻറ്റ്, അതിനാണ് നമ്മൾ അരിബഡാസ് എന്ന് പറയുന്ന മാസ് നെസ്റ്റിംഗ് പ്രോഗ്രാം ഉണ്ട് ഒലിവ് റിഡ്ലി ടർട്ടൈൽസിൻ്റെ. ഇത് ഒരു വർഷത്തിൽ ഒരു 1 to 3 times പെർ സീസണിൽ ഈ ഒലിവ് റിഡ്ലിയുടെ ഫീമെയിൽ ടർട്ടിൽസ് മുട്ടയിടാറുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു പ്രോഗ്രാമിന്, മാസ് നെസ്റ്റിങ്ങിന് നമ്മൾ അരിബാഡാസ് എന്നാണ് പറയുന്നത്. ഇവർ വാം വാട്ടേഴ്സിലാണ് കാണപ്പെടുന്നത്. ഒലിവ് റിഡിൽസ് കാണപ്പെടുന്നത് വാം വാട്ടേഴ്സിലാണ്. അതായത് പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ ഓഷ്യൻസിൻ്റെ ഒക്കെ ഒരു വാം വാട്ടേഴ്സിലാണ് ഇത് കാണപ്പെടുന്നത്. ദെൻ ഈ മാസ് നെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവർ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗഹിർമാത കോസ്റ്റ്, ഭിതർഗണിക നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ ഒഡീഷയുടെ ഋഷികൂല്യ റുക്കറി, അതുപോലെ തന്നെ ദേവി റിവർ, മഹാനദിയുടെ ഡിസ്ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ദേവി റിവർ, ഈ ഒരു ഭാഗങ്ങളിലാണ് ഒലിവ് റിഡിൽ ടർട്ടിൽസിൻ്റെ മാസ് നെസ്റ്റിംഗ് നമ്മൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഓമിനിവേഴ്സ് സ്പീഷീസ് ആണ്. ആൽഗെ, ക്രാബ്സ്, മൊളസ്ക് അതിനൊക്കെയാണ് അവർ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്പീഷീസ് എന്ന് പറയുന്നത് സ്ലോത്ത് ബിയർ ആണ്. സ്ലോത്ത് ബിയർ അത് നമ്മുടെ ഡ്രൈ ആൻഡ് മോയ്സ്റ്റ് ഫോറസ്റ്റ് അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്സിലാണ് നമുക്ക് സ്ലോത്ത് ബിയറിനെ കാണാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ 90% പോപ്പുലേഷൻ നമ്മൾ ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. സ്ലോത്ത് ബിയറിൻ്റെ 90% പോപ്പുലേഷൻ നമ്മൾ കാണുന്നത് ഇന്ത്യയിലാണ്.
സ്ലോത്ത് ബിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും, അതിൻ്റെ ആ ഒരു നെക്കിന് താഴെ ഒരു വി അല്ലെങ്കിൽ വൈ ഷേപ്പിലായിട്ടുള്ളൊരു ഫിഗർ കാണാനായിട്ട്, മാർക്ക് കാണാനായിട്ട് പറ്റും. ഒരു ക്രീമി കളറായിട്ടുള്ള ഒരു മാർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഇതൊരു ഒമിനിവേഴ്സ് ഫീഡിങ് ആണ് സ്ലോത്ത് ബിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രെഡേറ്റേഴ്സ് ജാക്കൽസ്, വൈൽഡ് ലോക്സ്, ലെപ്പാർഡ്സ് ഒക്കെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ പ്രെഡേറ്റേഴ്സ് ആണ്. ദെൻ ഇവർ ബ്രീഡ് ചെയ്യുന്നത് സ്പ്രിങ് അതുപോലെ തന്നെ ഏർലി സമ്മറിലാണ്, ലേറ്റ് സ്പ്രിങ് അതുപോലെ തന്നെ ഏർലി സമ്മറിലാണിത് ബ്രീഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബിഹേവിയറാണ് ഡെന്നിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹണി ബീസിൻ്റെ ഒരു ബിഹേവിയർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സോത്ത് ബിയറിൻ്റെ ഒരു ബിഹേവിയറാണ്, അതായത് ഫീമെയിൽസ് ബർത്ത് ചെയ്യുന്നതിന് വീക്സ് അല്ലെങ്കിൽ മന്ത്സ് മുമ്പ് ഇവർ കാണിക്കുന്ന ഒരു എക്സിബിറ്റ് ചെയ്യുന്നൊരു ബിഹേവിയറാണ് ഡെന്നിങ്. അതായത് ഫീമെയിൽ മണ്ണിൽ ചെന്നിട്ട് കുഴിയെടുത്ത് അവിടെ പ്രസവിക്കാനായിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യണം, അതിന് വേണ്ടിയിട്ടൊരു കേവ് ഉണ്ടാക്കുന്ന ആ ഒരു ബിഹേവിയറിനാണ് നമ്മൾ ഡെന്നിങ് എന്ന് പറയുന്നത്. ദെൻ ഇതൊരു നൊമാഡിക് കലണ്ടർ കമ്മ്യൂണിറ്റി മെമ്പർ ഡാൻസിങ് ബിയേഴ്സ് പോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെ. ദെൻ ഇത് നൊക്ടേണൽ അതുപോലെ ഡൈനേണൽ അങ്ങനെ പല ഷെഡ്യൂൾസിൽ ഇതിന് വരുന്നുണ്ട്. ദെൻ IUCN വൾണറബിൾ ആണ്, അപ്പൻഡിക്സ് 1 ആണ്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 1 പ്രകാരം നമ്മൾ കൺസർവ് ചെയ്യുന്ന ആനിമൽ കൂടിയാണ് സ്ലോത്ത് ബിയർ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് പാങ്കോളിൻ എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്, IUCNൻ്റെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് ഇന്ത്യൻ പാങ്കോളിൻ. ദെൻ ചൈനീസ് പാങ്കോളിൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്, സൈറ്റ്സിൻ്റെ 1 അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 1 പ്രകാരം നമ്മൾ കൺസർവ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട് എല്ലാ ഫെബ്രുവരി 18 നമ്മൾ വേൾഡ് പാങ്കോളിൻ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മോസ്റ്റ് ട്രാഫിക്കിംഗ് ചെയ്യുന്ന ഒരു അനിമലാണ്, കാരണം അതിൻ്റെ ഈ സ്കെയിൽസ് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു പുറമേ ഉള്ള ഈ ഒരു അത് മെഡിസിനൽ വാല്യൂ വളരെയധികം ഉണ്ട്. അപ്പോൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇതിനെ നല്ല രീതിയിൽ ഹണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ട് മാറുന്നു. നമ്മുടെ ഓൺലി മാമൽ വോള്ളി കവേർഡ് ഇൻ സ്കെയിൽസ്, ബോഡി മൊത്തം സ്കെയിൽ കവർ ചെയ്തിട്ടുള്ള ഒരേ ഒരു മാമൽ കൂടിയാണ് പാങ്കോളിൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും അവരുടെ പ്രെഡേറ്റേഴ്സിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ഒരു ഫിഗർ ഉള്ളത്. ബട്ട് നമ്മൾ അവരുടെ മെഡിസിനൽ യൂസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, കൂടുതൽ ചൈനീസ് മെഡിസിൻസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ പാങ്കോളിൻസും അതുപോലെ തന്നെ ചൈനീസ് പാങ്കോളിൻസും നമുക്ക് ബോത്തും കാണാനായിട്ട് പറ്റുന്നുണ്ട്. മെയിൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഹിമാലയാസ് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളാണ്. നമ്മൾ കാണപ്പെടാത്തതെന്ന് പറയുന്നത് ആരിഡ് റീജിയൻസിൽ ഇത് കാണുന്നില്ല, എക്സെപ്റ്റ് ആരിഡ് റീജിയൻ, ഹൈ ഹിമാലയസ് അതുപോലെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഹാബിറ്റാറ്റ് ചെയ്യുന്നത് ട്രോപ്പിക്കൽ അതുപോലെ തന്നെ ഫ്ലഡഡ് ഫോറസ്റ്റ്, തിക്ക് ബുഷ്, ക്ലിയർഡ് ആൻഡ് കൾട്ടിവേറ്റഡ് ഏരിയ, സാവന്ന ഗ്രാസ്ലാൻഡ്സിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. സ്പീഷീസ് പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് IUCNൻ്റെ എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് അതുപോലെ തന്നെ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ദെൻ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ഈ സ്പീഷീസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് മാറുന്നുണ്ടെങ്കിൽ കൂടി അതുകൂടി ശ്രദ്ധിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് യുറേഷ്യൻ ഒട്ടറാണ്. യുറേഷ്യൻ ഒട്ടർ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസാണ് യുറേഷ്യൻ ഒട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസും കൂടിയാണ് യുറേഷ്യൻ ഒട്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് നമ്മുടെ ചെനാബ് റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഒരു നീരു സ്ട്രീമിൽ കിട്ടി എന്നാണ് പറയുന്നത്. ഒരു സെമി അക്വാട്ടിക് കാർണിവോറസ് മാമലാണ് നമ്മുടെ യുറേഷ്യൻ ഒട്ടർ എന്ന് പറയുന്നത്. അതായത് ഈ പിക്ചർ കിട്ടിയത് കൊണ്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിവർ ഇപ്പോഴും അൺപൊല്യൂട്ടഡ് ആണ്. അതായത് ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആണെന്ന് പറയുമല്ലോ, ആ ഒരു റിവറിൻ്റെ പൊല്യൂഷൻ ലെവൽ ഇളക്കുന്നത് ഈ ഒരു യുറേഷ്യൻ ഒട്ടറിൻ്റെ പ്രസൻസ് വെച്ചിട്ട് നമുക്ക് പറ്റും. യുറേഷ്യൻ ഒട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അൺപൊല്യൂട്ടഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഹാബിറ്റാറ്റ് വരുന്നത് വെസ്റ്റേൺ ഗട്ട്സ് അതുപോലെ തന്നെ ഹിമാലയാസിലാണ്. അത് ലിവ് ചെയ്യുന്നത് സ്മോൾ പാക്സ് ആൻഡ് മോസ്റ്റ്ലി നൊക്ടേണൽ but can be diurnal. Then small animals, mainly crabs and small fishesനെയൊക്കെയാണത് ഫുഡ് ചെയ്യുന്നത്. IUCNൻ്റെ നിയർ ത്രെറ്റൻഡ് ആണ്, സൈറ്റ്സിൻ്റെ 1 സ്പീഷീസ് ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 2 പ്രകാരമാണ് ഇത് വരുന്നത്. ദെൻ
സിക്സ്ത് എന്ന് പറയുന്നത് ഹിമാലയൻ ബ്രൗൺ ബിയർ ആണ്. ഹിമാലയൻ ബ്രൗൺ ബിയർ, അതിന് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഹിമാലയൻ ബ്രൗൺ ബിയറിനെ ഈ അടുത്ത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ദെൻ ലാർജസ്റ്റ് കാർണിവോറാണ്, ഹൈലാൻഡ് ഹിമാലയസിൽ കാണപ്പെടുന്ന ലാർജസ്റ്റ് കാർണിവോറാണ് ഹിമാലയൻ ബ്രൗൺ ബിയർ എന്ന് പറയുന്നത്. ഇത് ഒരു 2000 തൊട്ട് 2500 മീറ്റർ വരെ ഹൈ ട്രീ ലൈനിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്, അനിമലാണ് ഹിമാലയൻ ബ്രൗൺ ബിയർ എന്ന് പറയുന്നത്. ഇത് അർബോറിയലാണ്, ലാർജ്ലി ടെറസ്ട്രിയലാണ്, നൊക്ടേണൽ, അതുപോലെ തന്നെ ഇൻസെക്റ്റും സ്മോൾ ക്രസ്റ്റേഷ്യൻസ് പ്ലാന്റ്സും ഇതൊക്കെ കഴിച്ചാണ് ഇത് ജീവിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹിമാലയൻ ഇത് ആയതുകൊണ്ട് തന്നെ ഇത് ഹിബർനേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ട്. ഒക്ടോബർ തൊട്ട് ഏപ്രിൽ മെയ് വരെയുള്ള സമയങ്ങളിൽ ഇത് ഹിബർനേറ്റ് ചെയ്യുന്നൊരു അനിമൽ കൂടിയാണ്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ്, നമ്മുടെ മഞ്ഞുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് മെയിൻലി. ദെൻ സൈറ്റ്സിൻ്റെ അപ്പൻഡിക്സ് 1 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 1 പ്രകാരം കൺസർവ് ചെയ്യുന്ന അനിമലാണ് ഹിമാലയൻ ബ്രൗൺ ബിയർ എന്ന് പറയുന്നത്. ദെൻ 7th പിഗ്മി ഹോഗ്. പിഗ്മി ഹോഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആണ്, വൈൽഡ് പിഗ് ആണ്. ഇത് ഇൻഡിക്കേറ്റർ വൈൽഡ് പിഗ് ആണ്. പിഗ്മി ഹോഗ് എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് റയറസ്റ്റ് ഇൻഡിക്കേറ്റർ സ്പീഷീസ് ഓഫ് വൈൽഡ് പിഗ് ഇൻ ദ വേൾഡ്. ഇത് നമ്മുടെ ഹിമാലയത്തിൻ്റെ ഫുഡ് ഹിൽസിലുള്ള അലൂവിയൽ ഗ്രാസ് ലാൻഡ്സിൻ്റെ നേറ്റീവാണ്. അലൂവിയൽ ഗ്രാസ് ലാൻഡ്സ് ഇൻ ഹിമാലയാസിലാണിത് കാണപ്പെടുന്നത്, ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയസിലാണ് കാണപ്പെടുന്നത്. ഇത് സ്വന്തമായിട്ട് വീടുണ്ടാക്കുന്ന ഒരു മാമൽ കൂടിയാണ്. ദെൻ നമ്മൾ ഇത് കൂടുതൽ കാണപ്പെടുന്നത് മനാസ് ടൈഗർ റിസർവ്, ആസാമിലാണ് കാണപ്പെടുന്നത്. ആസാമിലെ മനാസ് ടൈഗർ റിസർവിലാണ് ഇതിൻ്റെ പോപ്പുലേഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. IUCN ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. അപ്പൻഡിക്സ് 1 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഷെഡ്യൂൾ 1 പ്രകാരമാണ് കൺസർവേഷൻ ചെയ്യുന്നത്. ദെൻ 8th വരുന്നത് സൈബീരിയൻ ടൈഗർ. സൈബീരിയൻ ടൈഗർ, നമ്മളെ ഇന്ത്യയിലേക്ക് 2 സൈബീരിയൻ ടൈഗേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലാറ, അതുപോലെ തന്നെ അക്കംസ എന്ന് പറയുന്ന പേരുള്ള നമ്മൾ ഡാർജിലിംഗിലെ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരെ നമ്മൾ വിളിക്കുന്നത് അമൂർ ടൈഗേഴ്സ് എന്നാണ്. സൈബീരിയൻ ടൈഗേഴ്സിനെ നമ്മൾ പറയുന്നത് അമൂർ ടൈഗേഴ്സ് എന്നാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈഗേഴ്സിനേക്കാളും ഓറഞ്ച് കളർ ഉണ്ടല്ലോ, അത് വളരെ ലൈറ്റ് ആയിരിക്കും. മഞ്ഞ് വിൻ്റർ ആവുന്ന ടൈമിൽ അത് ഒന്നുകൂടെ ലൈറ്റായിട്ട് മാറും. അങ്ങനെ ആ കളർ ലൈറ്റ് ആവുന്നതുകൊണ്ടാണ് നമ്മളതിനെ അമൂർ ടൈഗേഴ്സ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി കോൾഡ് ക്ലൈമറ്റ് ഫോറസ്റ്റിലേക്കാണ് ഇത് കാണപ്പെടുന്നത്. ദെൻ കോൾഡ് ക്ലൈമറ്റ് ആയിട്ടുള്ള റഷ്യ, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ചൈനയാണ് ഇതിൻ്റെ മെയിൻ ഒരു രാജ്യം ഇത് കാണപ്പെടുന്നത് എന്ന് പറയുന്നത്. ദെൻ ഇതിനെ ട്രഡീഷണൽ മെഡിസിന് വേണ്ടിയിട്ട് സ്മഗ്ലിംഗ് ചെയ്യുന്ന ഒരു അനിമൽ ടൈഗർ വിഭാഗം കൂടിയാണ് സൈബീരിയൻ ടൈഗർ എന്ന് പറയുന്നത്. IUCN എൻഡേഞ്ചേർഡ് ആണ്. സൈറ്റ്സിൻ്റെ അപ്പൻഡിക്സ് 1 ആണത്. ദെൻ ലെസർ ഫ്ലെമിംഗോ. ലെസർ ഫ്ലെമിംഗോ എന്ന് പറയുന്ന ഒരു ബേർഡ് സ്പീഷീസ് ആണ്. നമ്മൾ പുളിക്കറ്റ് ലേക്കിൽ ലെസർ ഫ്ലെമിംഗോ മുമ്പ് വന്നിരുന്നു, പിന്നെ അത് വരാതായി, പിന്നെ വീണ്ടും വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലെസർ ഫ്ലെമിംഗോ അങ്ങനെ ന്യൂസിൽ വന്നിട്ടുണ്ട്. ഇത് മെയിൻലി നമ്മൾ ഈസ്റ്റേൺ ആൻഡ് സദേൺ ആഫ്രിക്ക, മഡഗാസ്കർ, യമൻ, പാകിസ്ഥാൻ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതൊരു മൈഗ്രേറ്ററി സ്പീഷീസ് ആണ്. ഒബ്ലിഗേറ്റ് ഫിൽട്ടർ ഫീഡർ ആണ്. അത് ഫീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നൈറ്റ്, അതുപോലെ തന്നെ ഏർലി മോർണിംഗ് ടൈമിലാണിത് ഫുഡ് കഴിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു കളർ, ഒരു പിങ്ക് കളർ വരുന്നുണ്ടല്ലോ, അത് അതിൻ്റെ ഫുഡിൻ്റെ ഡയറ്റിൽ നിന്നുള്ള കാർട്ടോനോയിഡ് പിഗ്മെൻറ്റ്സ് കൺസ്യൂം ചെയ്യുന്നതാണ്. ആ ഫുഡിൽ നിന്നുള്ളൊരു കാർട്ടോനോയിഡ് പിഗ്മെൻറ്റ്സ് ആണ് അതിൻ്റെ ഒരു പിങ്ക് കളറിന് ഇത് കൊടുക്കുന്നത്. ദെൻ ഇവരുടെ പ്രത്യേകത എന്ന് പറയാൻ മെയിൽ ആൻഡ് ഫീമെയിൽ ബോത്ത് അവരുടെ യങ്ങർ വണ്ണിന് ഒരു ടൈപ്പ് ഓഫ് നറിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് അവർ ക്രോപ്പ് മിൽക്ക് എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ ക്രോപ്പ് മിൽക്ക് എന്നാണ് പറയുന്നത്. ഇത് മെയിൻലി ടാൻസാനിയയിലെ ലേക്ക് നട്രോണിലാണ് ഇത് കാണപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ സോഡ ആഷ് മൈനിങ്, അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ്, ഇതൊക്കെ തന്നെ ഇതിൻ്റെ ബ്രീഡിങ്ങിനെ വളരെയധികം അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്രേറ്റർ സ്കാർപ്പ്. ഗ്രേറ്റർ സ്കാർപ്പ് എന്ന് പറയുന്നത് IUCN ലീസ്റ്റ് കൺസേൺ ആണ്.
സൈറ്റ്സിലും നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിലൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ലോക്താക് ലേക്കിൽ, മണിപ്പൂരിലെ ലോക്താക് ലേക്കിൽ ഗ്രേറ്റർ സ്കോപ്പിന് നമ്മൾ റീസെൻ്റ്ലി കണ്ടു. അതാണിത് ന്യൂസിൽ വരാൻ കാരണം. ഇതൊരു മീഡിയം സൈസ് ആയിട്ടുള്ള ഡക്ക് സ്പീഷീസാണ്. നമ്മളിതിനെ സദക്മാൻ എന്നും പറയും. സദക്മാൻ എന്ന് പറയുന്ന ഒരു ഡക്ക് സ്പീഷീസാണ് ഗ്രേറ്റർ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇതൊരു മൈഗ്രേറ്ററി സ്പീഷീസാണ്. ഏഷ്യ, യൂറോപ്പ് ആൻഡ് USA ആൻഡ് കാനഡയിലാണ് കാണപ്പെടുന്നത്. ഒരു ഫ്രഷ് വാട്ടർ ഏരിയാസിൽ ബ്രീഡ് ചെയ്യുന്ന ഒരു സ്പീഷീസാണ് ഗ്രേറ്റർ സ്കോപ്പ്. ദെൻ 11th ഇന്ത്യൻ സ്കിമ്മർ ഒരു ഇമ്പോർട്ടൻറ്റ് സ്പീഷീസാണ്. IUCN എൻഡേഞ്ചേർഡ് കാറ്റഗറിയാണ്. ദെൻ സൈറ്റ്സിലും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിലൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഗോദാവരി എസ്റ്റുറിയിലെ നമ്മൾ ഇന്ത്യൻ സ്കിപ്പേഴ്സിനെ കണ്ടു. ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ മെയിൻലി ഇന്ത്യയുടെ എസ്റ്റുറീസ് അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസിലാണ് നമ്മൾ ഇന്ത്യൻ സ്കമ്മേഴ്സിനെ കാണപ്പെടുന്നത്. സ്ലോ മൂവിങ് റിവേഴ്സ് അതുപോലെ തന്നെ സാൻഡ് ബീച്ച് ഇതിലൊക്കെയാണ് ഇവർ കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും, നോയ്സി കോളനീസ് ഉണ്ടാക്കുന്ന ഒരു സ്പീഷീസാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇത് എമിറ്റ് ചെയ്യുന്ന നാസൽ ക്യാപ്പ് അല്ലെങ്കിൽ കിപ്നോട്ട്, അത് പറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു സൗണ്ടാണ് നാസൽ ക്യാപ്പ് അല്ലെങ്കിൽ കിപ്നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വേണം ഇങ്ങനെയും ചോദിക്കാം, നാസൽ ക്യാപ്പ് ഉണ്ടാക്കുന്ന സ്പീഷീസ് ഏതാണ്, അങ്ങനെയുള്ള രീതിയിലോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാവുന്നൊരു ഇതാണ് ഇന്ത്യൻ സ്കിമ്മർ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ഡിഗ്രഡേഷൻ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. ദെൻ 12 മലബാർ ട്രീ ടോഡ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രോഗ് സ്പീഷീസിനെ മൊല്ലം നാഷണൽ പാർക്കിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മദൈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലും ഇതിനെ കാണാനായിട്ട് സാധിച്ചു. ഇത് വെസ്റ്റേൺ ഘട്ടിലെ എൻഡമിക് ആയിട്ടുള്ള ഒരു ട്രീ ടോഡാണ് മലബാർ ട്രീ ടോഡ് എന്ന് പറയുന്നത്. ത്രെഡ്സ് എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ലോസ്, ക്ലൈമറ്റ് ചേഞ്ച് ഇതൊക്കെ തന്നെയാണ്. ദെൻ ഇതിൻ്റെ മെയിൽസിനെ വെച്ച് ലാർജറാണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. IUCN എൻഡേഞ്ചേർഡ് ആണ്. സൈറ്റ്സിലും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നോട്ട് ലിസ്റ്റ് നമ്മൾ ചെയ്തിട്ട് ഇല്ല. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്മ്യൂഡക് ലീസ്റ്റ് കൺസേൺ ആണ്. മൈഗ്രേറ്ററി സ്പീഷീസ് ആണ്. നമ്മൾ 116 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാശ്മീരിൽ ഈ ഡോക്കിനെ വീണ്ടും കാണാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ഫ്ലൈയിങ് ഡക്കിനെയും നമ്മൾ 72 വർഷങ്ങൾക്ക് ശേഷം കാശ്മീരിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. സ്മ്യൂഡക് എന്ന് പറയുന്നത് മീഡിയം സൈസ്ഡ് ഡക്കാണ്. മെയിൻലി യുറേഷ്യ അതുപോലെ തന്നെ യൂറോപ്പിലാണ് കാണപ്പെടുന്നത്. ഇതിനൊരു ഹുക്ക് ടിപ്പ് ഉണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു ഓട്ടൊക്കെ കാണുന്നില്ലേ, ഹുക്ക് ടിപ്പ്. അതുപോലെ തന്നെ സെഗ്രിഗേറ്റഡ് എഡ്ജസ് വിച്ച് ഹെൽപ്പ് ഇൻ ക്യാച്ചി ഫിഷ്. ദെൻ നെക്സ്റ്റ് മാംഗ്രൂവ് പിറ്റ. നമ്മൾ മുമ്പ് UPSCക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഗോൾഡൻ മഹസീർ അത് ബേർഡ് ആണോ ഫിഷസ് ആണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ മാംഗ്രൂവ് പിറ്റ കൊടുത്തിട്ട് അതേതാണ് എന്ന് ചോദിക്കാമെന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ അടുത്ത് ഒഡീഷയിൽ മാംഗ്രൂവ് പിറ്റയുടെ ഒരു സെൻസസ് നടത്തിയിരുന്നു. ഒഡീഷയിൽ ആദ്യമായിട്ട് മാംഗ്രൂവ് പിറ്റയുടെ സെൻസസ് നടത്തി. ഇത് IUCN ലീസ്റ്റ് കൺസേൺ ആണ്. സൈറ്റ്സിലും വൈൽഡ് ലൈഫ് ഇതൊന്നും വരുന്നില്ല. മെയിൻലി ഇത് മാംഗ്രൂവ് പിറ്റ ഫൗണ്ട് ചെയ്യുന്നത് ഭിതർകണിക, ഒഡീഷയിലെ ഭിതർകണിക, അതുപോലെ സുന്ദർബൻസ് ഇൻ വെസ്റ്റ് ബംഗാളിലാണ്. മാംഗ്രൂവ്സിലാണ് മാംഗ്രൂവ് പിറ്റ കാണപ്പെടുന്നത്. മാംഗ്രൂവ്സ് ഉള്ള ഏരിയസിൽ മാത്രമേ ഇത് കാണുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബ്ലാക്ക് കളർ മാസ്ക് പോലെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് വിങ്സ്, ദെൻ യെല്ലോ ബെല്ലി, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ ഇതൊരു ബയോ ഇൻഡിക്കേറ്റർ കൂടിയാണ്. അതായത് മാംഗ്രൂവ്സിൻ്റെ ഹെൽത്ത് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ബയോ ഇൻഡിക്കേറ്റർ സ്പീഷീസാണ് മാംഗ്രൂവ് പിറ്റ എന്ന് പറയുന്നത്. ക്രസ്റ്റേഷ്യൻസ്, മോളസ്കാസ് അതൊക്കെയാണ് അത് ഫീഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ മാംഗ്രൂവ്സിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതായത് സുന്ദർബൻസ്, ഭിതർകണിക നാഷണൽ പാർക്ക് ആൻഡ് സം പാർട്ട് ഓഫ് ആന്ധ്രാപ്രദേശിലൊക്കെയാണിത് കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് സ്പീഷീസ് IUCNൻ്റെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ് സ്പോട്ട് പൗണ്ട് ടർട്ടൈൽ എന്ന് പറയുന്നത്. സ്പോട്ട് പൗണ്ട് ടർട്ടൈൽ
IUCNൻ്റെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് അപ്പൻഡിക്സ് 1 ആൻഡ് അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഷെഡ്യൂൾ 1. നമ്മൾ ഇത് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യൻ സബ് കോണ്ടിനാണ് കാണപ്പെടുന്നത്. ഇത് ബ്ലാക്ക് കളറാണ്, യെല്ലോ സ്പോട്ട്സൊക്കെ കാണാനായിട്ട് പറ്റും, വെഡ്ജ് ഷേപ്പ്ഡ് മാർക്കൊക്കെ ഉണ്ട്. ഫ്രഷ് വാട്ടർ ടർട്ടൈൽസ് ആണ് സ്പോട്ട് ബൗണ്ട് ടർട്ടൈൽസ് എന്ന് പറയുന്നത്. ഒലിവ് റിഡ്ലി എന്ന് പറഞ്ഞത് അത് മറൈൻ ടർട്ടൈൽസ് ആയിരുന്നു. സ്പോട്ട് ബോണ്ട് ടർട്ടൈൽസ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ടർട്ടൈലാണ്. അതുപോലെ തന്നെ ലെൻറ്റിക് വാട്ടേഴ്സ്, അതായത് അനങ്ങാതെ നിൽക്കുന്ന അങ്ങനെ പോണ്ടുകൾ പോലെയുള്ളതിൽ കാണപ്പെടുന്ന ഇതാണ്. മെയിൻലി കാർണിവോർസ് ആണ്. ദെൻ ഫീമെയിൽസ് എന്ന് പറയുന്നത് മെയിൽസിനേക്കാളും ലാർജർ ആയിരിക്കും. ദെൻ സ്പോട്ടഡ് പൗണ്ട്സ് ആർ ക്രീപ്പസ്കുലാർ, ദാറ്റ് ഈസ് ദേ ആർ മോസ്റ്റ് ആക്റ്റീവ് ഇൻ ട്വലൈറ്റിലാണ് അവർ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ 16th അലിഗേറ്റർ ഗാർഫിഷ്. IUCN ലീസ്റ്റ് കൺസേൺ ആണ്. ലീസ്റ്റ് കൺസേൺ ആയിട്ടുള്ളതാണ് അലിഗേറ്റർ ഗാർഫിഷ് എന്ന് പറയുന്നത്. ബട്ട് അലിഗേറ്റർ ഗാർഫിഷ് എന്ന് പറയുന്നത് ഇതൊരു പ്രഡേറ്റർ ഫിഷാണ്, കാർണിവോറാണ്. നമ്മുടെ ആ ഇതൊരു എൻവയോൺമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ നേറ്റീവ് സ്പീഷീസിന് ഇത് ഭയങ്കര ത്രെഡ് ചെയ്യുന്നൊരു സ്പീഷീസാണ് അലിഗേറ്റർ ഗാർഫിഷ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മുടെ കാശ്മീരിലെ ഡെയ്ലിക് ലേക്സിൽ നമ്മൾ കണ്ടു എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഗാർഫിഷ് അലിഗേറ്റർ എന്ന് പറയുന്നത് തന്നെ ഇതൊരു ക്രൊക്കഡൈൽ സ്പീഷീസിന് സമമായിട്ടാണ് അതിൻ്റെ ആ ഒരു മൗത്ത് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ റേ ഫിന്നഡ് യൂറി ഹാലൈൻ ഫിഷ് ആൻഡ് എ ലാർജസ്റ്റ് സ്പീഷീസ് ഇൻ ഗാർ ഫാമിലി. ഗാർ ഫാമിലിയിൽ പെടുന്ന ഒരു ലാർജസ്റ്റ് സ്പീഷീസാണ്. മെയിൻലി നോർത്തേൺ ആൻഡ് സെൻട്രൽ അമേരിക്ക, മെക്സിക്കോ അവിടെയൊക്കെയാണ്. നമ്മുടെ സം പാർട്ട് ഓഫ് ഇന്ത്യയിലെ ഭോപ്പാൽ, കേരളയിലൊക്കെ ഈ പറയുന്ന സ്പീഷീസ് നമ്മൾ കാണുന്നുണ്ട്. ദെൻ 17 സീ ബട്ടർഫ്ലൈ. സീ ബട്ടർഫ്ലൈസ് ന്യൂസിൽ വരാൻ കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം സീ ബട്ടർഫ്ലൈസ് മെയിൻലി ഓഷ്യൻ അസിഡിഫിക്കേഷൻ കാരണം നമ്മുടെ സീ ബട്ടർഫ്ലൈസിൻ്റെ നമ്പേഴ്സ് വളരെയധികം ഡിക്രീസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് സീ ബട്ടർഫ്ലൈസ്. അതുകൊണ്ടാണിത് ന്യൂസിൽ വരാനായിട്ട് കാരണം. സീ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസ്കുലിൻ ഫീറ്റ്, ഈ ഫ്ലാപ്പേഴ്സൊക്കെ ഉള്ള, സ്വിം ചെയ്യാനായിട്ട് ഫ്ലാപ്പേഴ്സൊക്കെ ഉള്ള ഈ ഒരു ഇതാണ് സീ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മൊളസ്ക പോലെയുള്ള ഒരു ഷെൽ സ്പീഷീസാണ്. ദെൻ ഇതിന് ഹെർമോഫ്രൈഡൈറ്റ്സ് എന്ന് പറയുന്ന ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണുള്ളത്. അതായത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അതിനകത്ത് തന്നെ കാണപ്പെടുന്നുണ്ട്. ദെൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ സ്പീഷീസ് ഫിഷുകൾ ഇതിനെ ഈറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത് നശിക്കുമ്പോൾ അതിനും നാശം സംഭവിക്കുന്നത് ആണ്. ദെൻ നെക്സ്റ്റ് ദോളെ. ഏഷ്യാറ്റിക് ദോളെ അല്ലെങ്കിൽ ഇന്ത്യൻ ദോളെ എന്ന് പറയുന്ന ദോളെ എൻഡേഞ്ചേർഡ് കാറ്റഗറിയാണ്. അപ്പൻഡിക്സ് 2 പ്രകാരം കൺസർവ് ചെയ്യുന്നു. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾ 2 പ്രകാരമാണ് വരുന്നത്. ഇതൊരു ഡോഗ് ഓർ അല്ലെങ്കിൽ കാനിഡ് ഫാമിലിയിലാണ് വരുന്നത്. വോൾവ്സ്, ഫോക്സ്, ഡൊമസ്റ്റിക് ഡോഗ്സ് ഒക്കെ വരുന്ന ഒരു ഡോഗ്, അങ്ങനത്തെ ഒരു മിക്സ്ചർ സ്ട്രക്ചറാണ് ഇതിന് വരുന്നത്. ദെൻ ചില സ്ഥലങ്ങളിൽ ഇത് ടൈഗേഴ്സും ലെപ്പാർഡ്സും ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഹാബിറ്റാറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ വിസ്ലിംഗ് ഡോഗ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇവർ വിസിൽ ചെയ്യും, അങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരിതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ വിസ്ലിംഗ് ഡോഗ്സ് എന്നും പറയുന്നുണ്ട്. മെയിൻലി സദേൺ റഷ്യ, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇതിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ മെയിനായിട്ട് വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, സെൻട്രൽ ഇന്ത്യ, ലാൻഡ്സ്കേപ്പ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെയാണ് ദോളനെ കാണപ്പെടുന്നത്. ദെൻ ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കർ അഥവാ ഗോൾ എന്ന് പറയും. ഇത് നമ്മുടെ ഗുജറാത്തിലെ സ്റ്റേറ്റ് ഫിഷായിട്ട് ഈ ഗവൺമെൻറ് ഈ അടുത്ത് പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു സ്പീഷീസാണ് ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കർ അഥവാ ഗോൾ. അതൊരു ഫിഷ് സ്പീഷീസാണ്. IUCNൻ്റെ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ വരുന്ന ഇതാണ്. ഇത് മെയിൻലി ഫൗണ്ട് ചെയ്യുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര റീജിയനിലൊക്കെയാണ്, മറൈൻ ഏരിയാസിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗോൾഡൻ ബ്രൗൺ കളറാണ്. ഇതിൻ്റെ ഫിൻസിലൊക്കെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളറാണ് ഇത് കാണപ്പെടുന്നത്. ദെൻ കോസ്റ്റൽ വാട്ടേഴ്സ്, മഡി ബോട്ടംസ് ഇവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് സ്പീഷീസ് റയർ പെലാജിക് ബേർഡ്സ്.
റയർ പെലാജിക് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ പെലാജിക് ബേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് അതുപോലെ തിങ് വിങ്സ് ഉള്ള സ്പീഷീസിനെയാണ് നമ്മൾ പെലാജിക് ബേർഡ്സ് എന്ന് പറയുന്നത്. ലോങ് വിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് കുറേ ദൂരം ക്ഷീണമൊന്നുമില്ലാതെ പറക്കാനായിട്ട് പറ്റും. എക്സാമ്പിൾ എന്ന് പറയുന്നത് പെട്രൽസ്, ഷെയർവാട്ടേഴ്സ്, ഫ്രിഗേറ്റ് ബേർഡ്സ് ഒക്കെയാണ്. റീസെൻ്റ്ലി ബേർഡ്സ് നെറ്റ്വർക്ക് ഒബ്സർവ്ഡ് റയർ പെലാജിക് ബേർഡ്സ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ദക്ഷിൺ കന്നഡ ഡിസ്ട്രിക്ട് ഇൻ കർണാടക. ദെൻ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പെഷ്യൽ സാൾട്ട് ഗ്ലാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സീ വാട്ടറും അതുപോലെ തന്നെ നല്ല വാട്ടറും ഒക്കെ കുടിക്കാനായിട്ട് പറ്റും. സീ വാട്ടർ ഡൈജസ്റ്റ് ആവാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ട്. ദെൻ നെക്സ്റ്റ് സ്പീഷീസ് എന്ന് പറയുന്നത് സീ ലയൺ ആണ്. സീ ലയൺ IUCNൻ്റെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ വരുന്ന അനിമലാണ് സീ ലയൺ എന്ന് പറയുന്നത്. ഇതൊരു മറൈൻ മാമ്മലാണ്. പിനിപ്പഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഒട്രൈഡേ ഫാമിലി ആയിട്ടുള്ള സെമി അക്വാട്ടിക് ലൈഫ് സ്റ്റൈലുള്ള അനിമലാണ് സീ ലയൺ എന്ന് പറയുന്നത്. മെയിൻലി പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് സം പാർട്സ് ഓഫ് ഇന്ത്യൻ ഓഷ്യനിലാണ് കാണപ്പെടുന്നത്. മെയിൻ 6 സബ് സ്പീഷീസ് ഓഫ് സീ ലയൺസ് ഉണ്ട്. ഓസ്ട്രേലിയൻ, കാലിഫോർണിയ, ഗാലപ്പഗോസ്, ന്യൂസിലാൻഡ്, സൗത്ത് അമേരിക്കൻ, അതുപോലെ തന്നെ സ്റ്റെല്ല സീ ലയൺസ്. Then adult male exhibits dense manner of hair around their neck. Next, cicada. Cicada means നമ്മുടെ മലയാളത്തിൽ ചീവീട് എന്ന് പറയും. എൻഡേഞ്ചേർഡ് ആണ്. IUCNൻ്റെ എൻഡേഞ്ചേർഡ് കാറ്റഗറി ആണ്. They are hemipteran insects commonly known as true bugs. ഇത് ഒരു 3000-ഓളം സിക്കാഡ സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യ അതുപോലെ തന്നെ ബംഗ്ലാദേശിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. ഇതൊരു സോയിലിൻ്റെ ഹെൽത്ത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഇത് പറയുന്ന സിക്കാഡയുടെ എമൗണ്ട് വെച്ചിട്ടാണ്. സിക്കാഡ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് സോയിൽ ഹെൽത്ത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇതിന് നാച്ചുറൽ അതുപോലെ തന്നെ കൾച്ചർ ആൻഡ് മെഡിസിനൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഫോക്ക് മെഡിസിൻസിന് വേണ്ടിയിട്ട് ഇതിനെ വളരെയധികം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ റിലീജിയസ് ആൻഡ് മോണിറ്ററി സിമ്പിളായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെയധികം വംശനാശ ഭീഷണി നേരിടുന്നത്. ദെൻ നെക്സ്റ്റ് നംഡഫ ഫ്ലൈയിങ് സ്ക്വിറൽ. നംഡഫ ഫ്ലൈയിങ് സ്ക്വിറൽ നിയർ ത്രെട്ടൻഡ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ്. മെയിൻലി അരുണാചൽ പ്രദേശിലാണ് കാണപ്പെടുന്നത്. ഇത് ന്യൂസിൽ വരാൻ കാരണം എന്ന് പറയാം, ഇത് ഒരിക്കൽ അരുണാചൽ പ്രദേശിൽ നിന്ന് മിസ്സായ മീൻസ് കാടുകളിലൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ദെൻ 42 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നംഡഫ ഫ്ലൈയിങ് സ്ക്വിറലിനെ അരുണാചൽ പ്രദേശിൽ വീണ്ടും കണ്ടെത്തി. നഷ്ടപ്പെട്ടു പോകാൻ കാരണം ഇതിൻ്റെ വംശനാശ ഭീഷണി കാരണം, അത് ഹാബിറ്റാറ്റ് ലോസ്, അതുപോലെ തന്നെ ഇതിനെ ഇതിൻ്റെ ഫറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൊല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് നംഡഫ ഫ്ലൈയിങ് സ്ക്വിറലിനെ 42 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ സ്പീഷീസുകൾ നമ്മൾ വീണ്ടും കണ്ടു. ഇത് നൊക്ടേണൽ അതുപോലെ തന്നെ അർബോറിയൽ ആയിട്ടുള്ളൊരു സ്ക്വിറൽ സ്പീഷീസാണ്. എൻഡമിക് ടു അരുണാചൽ പ്രദേശ്. ഇന്ത്യ അതുപോലെ തന്നെ മ്യാൻമർ ബോർഡറിലൊക്കെയാണ്, ഇൻ്റർനാഷണൽ ബോർഡറിലൊക്കെയാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. ദേ ആർ ഹെർബിവോറസ് ആൻഡ് ഫീഡ് മെജോറിറ്റി ഓൺ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് എക്സെട്ര. ദെൻ ദ ലാസ്റ്റ് ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ്. ഇതിനെ മറക്കാനായിട്ട് വഴിയൊന്നുമില്ല. കാരണം നമ്മുടെ നിപ്പ വൈറസ്, ഗ്രേറ്റ് ഇന്ത്യൻ ഫ്രൂട്ട് ബാറ്റാണ്. നിപ്പ വൈറസ് പകർന്നത് ഇതുവഴിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഹ്യൂമൻസിന് ഫാറ്റർന വരുത്തിയിട്ടുള്ള നിപ്പ വൈറസിൻ്റെ ഒരു വെക്ടറായിരുന്നു ഈ പറയുന്ന ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ് അഥവാ ഗ്രേറ്റ് ഇന്ത്യൻ ഫ്രൂട്ട് ബാറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇത് മെഗാബാറ്റ്സ് അഥവാ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ കാണപ്പെടുന്ന ലാർജസ്റ്റ് ബാറ്റ്സ് ഇൻ വേൾഡ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് എക്കോലൊക്കേഷൻ ഇത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള വിഷൻ ആൻഡ് സ്മെല്ല് വഴിയാണിത് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോനാസ് ഇൻ ന്യൂസ്. സ്പീഷീസിൽ ഫോനാസ് മാത്രമായിട്ടുള്ളൂ, ഇനി ഫ്ലോറാസ് കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. അപ്പോൾ ഇത്രയും സ്പീഷീസ് കറണ്ട് അഫെയർസിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയെങ്കിലും നോക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ
ഷെയർ ചെയ്യാനായിട്ടും മറക്കല്ലേ. താങ്ക്